ഒരു കുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ പോയി അത് പോയതുപോലെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ സമൂഹം അക്സെപ്റ്റ് ചെയ്യുമോ? എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലെങ്കിൽ അവർ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വന്ന് അവർ സ്വന്തം കാലിൽ നിൽക്കണം. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇരയായ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അവരുടെ നിർബന്ധപ്രകാരം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഇങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെണ്ണായിട്ട് കാണാനല്ല, അവരുടെ അതിന് ഒരു എന്താ പറയുന്നത്, ഒരു വരുമാന മാർഗമാക്കി സ്വീകരിക്കുന്നവർ പലരും ഉണ്ട്. അതിന് അവളെ കിട്ടിയാൽ എനിക്ക് ഇത്രയും കിട്ടും. ഈ ഇങ്ങനെയുള്ള കാശ് കുറേ അവരെ കുവിഞ്ഞിരിക്കുന്നവരുണ്ട്, കണക്കില്ല കാശിരിക്കുന്നവരുണ്ട്. അവരാണ് ഈ സമൂഹത്തെ പ്രശ്നമാക്കുന്നത്, സമൂഹത്തെ നാശമാക്കുന്നവരാണ്. അതൊരു സംശയം വേണ്ട കാര്യത്തിൽ. നമ്മൾ പെൺപിള്ളേരെ പഠിപ്പിക്കുന്നില്ലേ, അതുപോലെ ആൺകുട്ടികളെ പഠിച്ചാൽ അവർക്ക് പെൺകുട്ടികൾ ജോലി വാങ്ങിക്കില്ലേ, പിന്നെ ഇതിന് സ്ത്രീധനം കൊടുക്കണം? യാതൊരു കാരണവശാലും കൊടുക്കരുത്. ഒരുപാട് ധനമുണ്ട്, ഒരു മോളോ ഒരു മോനോ ഒക്കെ ഉള്ളൂ, പിന്നെ അവരാർക്ക് കൊടുക്കാൻ? സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണെന്ന് നമ്മുടെ ശിക്ഷാ നിയമത്തിൽ പറയുമ്പോഴും ഇന്നും സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇതേ തുടർന്ന് ഒരുപാട് സ്ത്രീധന പീഡന മരണങ്ങൾ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ആളുകൾ കൊടുക്കാൻ റെഡിയായി നിൽക്കുന്നു എന്നതാണ് സത്യം. ഇന്നത്തെ യുവതലമുറയും അതുപോലെ മുതിർന്നവരും ഈ സ്ത്രീധനം കൊടുക്കുന്ന രീതിയോട് യോജിക്കുന്നുണ്ടോ? അവർക്ക് പറയാനുള്ളത് അവരുടെ വാക്കുകളിലൂടെ തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇല്ല, ഇപ്പോൾ സ്ത്രീധനം വാങ്ങിക്കുന്നതിൽ യോജിക്കുന്നില്ല. കാരണം ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് ഇങ്ങനെ സ്ത്രീധനം കൊടുക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഇന്നൊരു വാർത്ത ആൻറ്റി വന്നിരുന്നു. നമ്മുടെ കൊല്ലം ഓച്ചിറയിൽ നടന്ന സംഭവമാണ്. 28 ലക്ഷവും 11 പവനും കൊടുത്തിട്ടും ഒരു CRPF ജവാനാണ്. അദ്ദേഹത്തിന് ഇനിയും സ്ത്രീധനം വേണമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വലിയ ജോലി കിട്ടുന്നവർക്ക് ഈ സ്ത്രീധനം ഇങ്ങനെ ചോദിക്കുന്നതിനോട് യോജിക്കാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. പക്ഷെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇനിയും കൊടുക്കാനും തയ്യാറാണ്. അത് പക്ഷെ അവർ ചെയ്യുന്നത് വെറും ദ്രോഹമാണ്, രാജദ്രോഹമാണ്. അവരെ പോലെയുള്ളവരിങ്ങനെ കൊടുക്കുമ്പോഴാണ് പാവപ്പെട്ടവർ ഇതിലകപ്പെട്ടു പോകുന്നത്. എന്തായാലും അങ്ങനെ സ്ത്രീധനം എന്ന് പറയുന്നത് വേണ്ട എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് അമ്മയ്ക്കുള്ളത്. അതെ, കൊടുക്കാൻ പാടില്ലാത്തതാണ് സ്ത്രീധനം. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ് സ്ത്രീധനം? ലൈക്ക് ഇപ്പോൾ എല്ലാ ഗേൾസൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്. സോ സ്ത്രീധനത്തിൻ്റെ എനിക്ക് ശരിക്കും ആ കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല, വൈ സ്ത്രീധനം എന്നുള്ളത്. ഇപ്പം ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു. 28 ലക്ഷവും 11 പവനും സ്ത്രീധനമായിട്ട് മകൾക്ക് കൊടുത്തിട്ടും ഭർത്താവിൻ്റെ അവിടുന്ന് ഇനിയും വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ ആ മാതാപിതാക്കൾ കൊടുക്കാൻ തയ്യാറുമാണ്. എന്തുകൊണ്ടായിരിക്കും? ചോദിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ കാണണമല്ലോ. ലൈക്ക് അല്ല, പണ്ട് കാലത്തൊക്കെ ആണുങ്ങളായിരുന്നു പ്രൊവൈഡിങ്, അങ്ങനെ പെണ്ണുങ്ങൾ സ്ത്രീധനം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇക്കാലത്ത് അതിനൊരു റീസൺ ഇല്ല, വൈ സ്ത്രീധനം എന്നുള്ളത് വേണ്ട എന്ന് തന്നെയാണ് അങ്ങനെ ഒരു സിസ്റ്റം. അത് നമ്മൾ നമുക്ക് യോജിപ്പൊന്നും ഇല്ല, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നടന്നുകൊണ്ടേയിരിക്കും. ഒരാൾ മാത്രം പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് രാവിലെ ഒരു സംഭവം പുറത്തു വന്നിരുന്നു. കൊല്ലം ഓച്ചിറയിൽ ഒരു പെൺകുട്ടി 1 മാസം ഗർഭിണിയായിരുന്നു. സ്ത്രീധനത്തിനെ ചൊല്ലി ആ പെൺകുട്ടിയുടെ അടിവയറിൽ ഗർഭിണിയാണ് ചവിട്ടിയെന്നാണ് സ്ത്രീധനത്തിന്റെ പേരിൽ 28 ലക്ഷവും 11 പവനും കൊടുത്തിട്ടും പുള്ളിക്കാരന് ഇനിയും വേണമെന്നാണ് പറയുന്നത്. പക്ഷെ മാതാപിതാക്കൾ കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു പ്രവണതയോട് എന്താ പറയാനുള്ളത്? അത് പിന്നെ പ്രവണത എന്ന് പറഞ്ഞാൽ അത് മാതാപിതാക്കൾ തന്നെ അതിന്റെ മെയിൻ റീസൺ. അവരെന്തായാലും ഒന്ന് മാറി ചിന്തിച്ചാൽ മാത്രമേ ഈ ഒരു സിസ്റ്റം മാറുകയുള്ളൂ. തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ടോന്ന് പറഞ്ഞാൽ പോക്കറ്റ് മണിയായിട്ടൊക്കെ ചിലർ കൊടുക്കുന്നുണ്ട്. യോജിക്കുന്നൊന്നുമില്ല, പാവങ്ങളെ കെട്ടണ്ടേ. അപ്പം അവർ സ്ത്രീധനം വേണമെന്ന് വെച്ചാൽ യോജിപ്പില്ല. പക്ഷെ ചില മാതാപിതാക്കൾ ഇപ്പൊ സ്ത്രീധനം കൊടുക്കാൻ റെഡിയാണല്ലോ. ആ ഒരു പ്രവണത ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് ശരിയല്ല. പക്ഷെ അവര് പിന്നെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞ് കൊടുക്കും. പിന്നെ ഒരു മോളെ ഉള്ളവർക്ക് ചിലപ്പം കൊടുക്കണമെന്നുണ്ടല്ലോ, അതുകൊണ്ട് കൊടുക്കണമായിരിക്കും. സ്ത്രീധനമെന്ന് പറഞ്ഞു കൊടുക്കാതെ കൊടുത്താൽ മതി, ആ പേര് പറയാതെ അങ്ങനെ കൊടുക്കും. അന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം ഒരുപാട് ധനമുണ്ട്, ഒരു മോളോ ഒരു മോനോ ഒക്കെ ഉള്ളൂ, പിന്നെ അവരാർക്ക് കൊടുക്കാൻ? പിന്നെ അവർ ഭയങ്കര മഹാമനസ്കതയാണെങ്കിൽ വലിയ വേറെ എല്ലാവർക്കും ഒക്കെ കൊടുക്കാം, എഴുതിയല്ലേ, ഇല്ലാത്തവർക്ക് കൊടുക്കാം. സ്ത്രീ എന്ന് പറയുന്നത് തന്നെ ധനം. അപ്പം സ്ത്രീധനം അങ്ങനെ ചോദിക്കാൻ പാടില്ല. പിന്നെ സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് കൊടുക്കുമല്ലോ, അപ്പം അത് കിട്ടുന്നത് വാങ്ങിച്ച് സംതൃപ്തിയായിട്ട് ജീവിക്കാൻ നോക്കുക. ഇപ്പൊ സാർ ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കൊല്ലം ഓച്ചിറയിലാണ് 28 ലക്ഷവും 11 പവനും കൊടുത്തിട്ട് 1 മാസം ഗർഭിണിയായ ഭാര്യയോട് എനിക്ക് സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞിട്ട് CRPF ജവാൻ ആ പെൺകുട്ടിയുടെ വയറ്റിൽ ചവിട്ടിയെന്നായിരുന്നു വാർത്ത. അപ്പൊ ഇത്രയും കൊടുത്തിട്ടും വീണ്ടും വീണ്ടും ഈ വേണോന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയുന്നതാണോ? യോജിക്കുന്നില്ല. പക്ഷെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ കൊടുത്തേനെ. കാരണം എന്ന് പറഞ്ഞാല് എനിക്കും 2 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മള് അവര് വേണമെന്ന് പറയില്ല, എന്നാലും നമ്മൾ സാധാരണ കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പം ഈ വരുന്നവര്
ഒരിക്കലും അങ്ങനെ ഇത്ര കിട്ടണം അല്ല എന്നുള്ള പ്രതീക്ഷ ഉള്ളിൻ്റെ ഉള്ളിൽ ഇല്ലാതെയൊന്നും അല്ല വരുന്നത്. അപ്പം എൻ്റെ 2 മക്കൾ എന്ന് പറഞ്ഞാൽ 2 ഡോക്ടേഴ്സാണ്. അപ്പോൾ 2 ഡോക്ടേഴ്സ് നമ്മൾ കല്യാണത്തിന് വരുമ്പോൾ എല്ലാം ഫ്രീ ആയിട്ട് കെട്ടിക്കൊണ്ട് വരാമെന്നുള്ള അല്ലെങ്കിൽ കൊണ്ടുപോകാമെന്നുള്ളൊരു നയവും ഒന്നും അല്ലായിരിക്കും വരുന്നവർക്ക്. അപ്പോൾ അവർ വേണ്ട എന്നൊക്കെ പറയും. പക്ഷേ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് നല്ല സ്ത്രീധനം വേണം എന്നുള്ള അതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തായിരുന്നാലും കടമെടുത്തായിരുന്നാലും ചെയ്യേണ്ടത് ചെയ്യും. ഇല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാണ് അതിൻ്റെ എന്തുകൊണ്ടായിരിക്കും സാർ ഇങ്ങനെ ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ സമൂഹം അങ്ങനെയാണ്. ഈ ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യും. പിന്നീട് അതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് സാമ്പത്തികം ആണല്ലോ എല്ലാവർക്കും. കാലം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും അതിലൊരു മാറ്റവും വരില്ല. സാർ ഇപ്പൊ ഈ അടികിട്ടിയ പെൺകുട്ടി ഡോക്ടറാണ്, BDS ഡോക്ടറാണെന്നാണ് അറിയുന്നത്. പുള്ളിക്കാരത്തിക്ക് എന്തായാലും നല്ലൊരു ജോലിയുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ സ്ത്രീധനത്തിന്റെ പേരിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും വീണ്ടും ആ ഭവനത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കും? കാരണമുണ്ട്, പല സാമൂഹിക പ്രശ്നങ്ങളാണ്. കാരണം എന്താ പറയുക, ഒരു കുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ പോയി അത് പോയതുപോലെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ സമൂഹം അക്സെപ്റ്റ് ചെയ്യുമോ? മോളും ഒരു പെൺകുട്ടിയാണ്. അപ്പം മനസ്സിലായല്ലോ, ഒരു മാരേജുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞോ? ഇല്ലല്ലോ, കഴിഞ്ഞതാണ്. അപ്പം എന്തെങ്കിലും ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. ആ കുട്ടികളെ ഒരു പക്ഷേ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് പോയ ഉടനെ ചെറിയ ഇഷ്യൂസ് അല്ലെങ്കിൽ ചെറിയ ഇഷ്യൂവിൽ പിടിച്ചു നിൽക്കണം. അങ്ങനെയല്ല, സമൂഹത്തിൻ്റെ കൊണ്ട് അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല സമൂഹവും ചിലപ്പോൾ ആ കുട്ടിയെ കാണുന്ന രീതി. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ അങ്ങനെയല്ല, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ വേറൊന്നുമല്ല, എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലെങ്കിൽ അവർ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വന്ന് അവർ സ്വന്തം കാലിൽ നിൽക്കണം. അല്ലാതെ ഇപ്പം വീട്ടുകാരെ അല്ലെങ്കിൽ മനസ്സിലായില്ലേ, നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്യൂച്ചറിൽ പല സംഭവങ്ങളും ഇതുപോലെ ഉണ്ടാവും. അത് കഴിയുന്നതും അതുകൊണ്ട് കഴിയുന്നതും കുട്ടികൾ അവരുടേതായ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. ഇത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റ് തന്നെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കൊടുക്കുന്നതിലൂടെ അതിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇരയായ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അവരുടെ നിർബന്ധപ്രകാരം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഇങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒരു വ്യക്തിയാണ്. കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ എനിക്കവർ ഷെയർ തന്നു, 3 സെൻറ്റ് വസ്തു തന്നു. പക്ഷേ അതവർക്ക് വിറ്റ് കാശായിട്ട് തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ്. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്തയാൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയാളും 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇരയായൊരു വ്യക്തിയാണ് ഞാൻ. എന്തുകൊണ്ടായിരിക്കും ചേച്ചി ഇപ്പോൾ കാലം ഇത്രയും പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ഇന്നും പല ആളുകൾ എന്തുകൊണ്ടായിരിക്കും ഈ സ്ത്രീധനത്തിന് പിന്നാലെ ഞങ്ങൾ ചോദിക്കുന്ന ഇത്രയാണ്, ഇത്ര തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് എന്തായിരിക്കും? എൻ്റെ കാരണം അവർക്ക് അതൊരു ബിസിനസ് മൈൻഡ് എന്നാണ് ഞാൻ കല്യാണം പോലും അങ്ങനെയായിരിക്കും, ബിസിനസ് മൈൻഡോടെ ആയിരിക്കും അവർ കാണുന്നത്. ആൺമക്കളെ വളർത്തി അതിൽ കൂടി അവർക്ക് സാമ്പത്തികം ഉണ്ടാക്കുക എന്നായിരിക്കും ആ മാതാപിതാക്കൾ ചിന്തിക്കുന്നത്. ഇനിയുള്ള തലമുറയെങ്കിലും ചേച്ചി ഇതിലൊരു മാറ്റം മാറി ചിന്തിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഏറെക്കുറെയൊക്കെ മാറ്റം വന്നു എന്നാണ് എൻ്റെ വിശ്വാസം. വന്നുകൊണ്ടിരിക്കുന്നു. വാങ്ങാനും പാടില്ല, കൊടുക്കാനും പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പലരും പല സ്വഭാവക്കാരാണല്ലോ, പലരും പല സ്വഭാവക്കാരാണ്. അവർ പെണ്ണായിട്ട് കാണാനല്ല, അവർ അതിന് ഒരു എന്താ പറയുന്നത്, ഒരു വരുമാന മാർഗമാക്കി സ്വീകരിക്കുന്നവർ പലരും ഉണ്ട്. അതിന് അവളെ കിട്ടിയാൽ എനിക്ക് ഇത്രയും കിട്ടും, ഒരു പെണ്ണിനെ പോറ്റുന്ന കഴിവ് എനിക്കുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പറയുന്നത് എൻ്റെ ആഗ്രഹം, എൻ്റെ അഭിപ്രായം അതാണ്. മറിച്ച് പലരും വിചാരിക്കുന്നത് അതല്ല, അവർ അതിനൊരു വരുമാന മാർഗമാക്കി സ്വീകരിക്കണം. അവളെ സ്ഥലം വാങ്ങിച്ച് അവൾക്ക് ചിലവാക്കുക തെറ്റായ കാര്യമാണ്. സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തെറ്റായ കാര്യമാണ് ഈ ഒരു പ്രവണത. ഇന്ന് ഈ സംഭവം പുറത്തു വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇനി കൊടുക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ അവരാണ് ഈ ഇങ്ങനെയുള്ള കാശ് കുറേ അവരെ കുവിഞ്ഞിരിക്കുന്നവരുണ്ട്, കണക്കില്ല കാശിരിക്കുന്നവരുണ്ട്. അവരാണ് ഈ സമൂഹത്തെ പ്രശ്നമാക്കുന്നത്, സമൂഹത്തെ നാശാക്കുന്നവരാണ്. അതൊരു സംശയമുണ്ട് കാര്യത്തിൽ. അവരൊന്ന് മാറി ചിന്തിച്ചാൽ മാത്രമേ ഈ ഒരു സിസ്റ്റം മാറ്റി കിട്ടുള്ളൂ, അല്ല ഒരു കാരണവശാലും മാറില്ല. ഈ കാശ് കയ്യിലിരിക്കുക അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അവർ ബാങ്കിൽ കൂടിയിരിക്കും, വീട്ടിലിരിക്കും, അല്ലെങ്കിൽ വീട്ടിലിരിക്കും. കാശ് എവിടെ നിന്ന് കിട്ടുന്നവർക്ക് പല രീതിയിൽ കാശ് വരുന്നവരുണ്ടാവും. ആ കാശിൻ്റെ ഉപയോഗം ചെയ്യുന്നവരാണല്ലോ, ഉപയോഗമാണല്ലോ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ആ കാശ് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുക. പിന്നെ ഇതേ കണക്ക് കാശ് അധികം ഇരിക്കുന്നവർ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ കൊടുക്കാൻ തയ്യാറായി കൊണ്ട് കൊടുക്കുമ്പോൾ അവർ വാങ്ങാൻ ആൾക്കാർ നിൽക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊടുക്കുന്നതിന് ഒട്ടും യോജിക്കുന്നില്ല. കൊടുക്കണ്ട എന്താ സ്ത്രീധനം അങ്ങനെ കൊടുക്കേണ്ട കാര്യം തോന്നും. സ്ത്രീധനമേ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പെൺപിള്ളേരെ പഠിപ്പിക്കുന്നില്ലേ, അതുപോലെ ആൺകുട്ടികൾ പഠിച്ചാൽ അവർക്ക് പെൺകുട്ടികൾ ജോലി വാങ്ങിക്കില്ലേ, പിന്നെ എന്തിന് സ്ത്രീധനം കൊടുക്കണം? യാതൊരു കാരണവശാലും കൊടുക്കരുത്. പക്ഷെ ഇന്ന് രാവിലെ ഒരു സംഭവം പുറത്തു വന്നിരുന്നു. ആൻറ്റി, ഒരു CRPF ജവാൻ 1 മാസം ഭാര്യയായ ഗർഭിണിയെ തനിക്ക് തന്ന സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞിട്ട് വയറ്റിൽ ചവിട്ടി എന്നാണ് പറയുന്നത്.
അപ്പൊ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയിൽ പോലും എന്തുകൊണ്ടായിരിക്കും ഇനി സ്ത്രീധനം വേണോ എന്ന് വാശി പിടിക്കുന്നത്? അത് അവൻ്റെ മര്യാദ കേട്, അവൻ്റെ മര്യാദ കേടെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ സംഭവത്തിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ അല്ലേ ഇതിന് വളം വെച്ച് കൊടുക്കുന്നത്? യാതൊരു കാരണവശാലും കൊടുക്കരുത്. ഡൈവേഴ്സ് ആയാലും ഡൈവേഴ്സ് വീട്ടിൽ വന്നിരിക്കുന്നതിന് ഏറ്റവും നല്ലത്. അതിനേക്കാൾ നല്ലത് അത് തന്നെ. അതിനാണ് ഡൈവേഴ്സ് ആയിട്ട് വീട്ടിൽ വന്നിരിക്കണം. എന്നിട്ട് വേണമെങ്കിൽ നല്ല പ്രൊപ്പോസൽ പിന്നെ വരും. ആ കുട്ടി ജോലിയിലൊക്കെ പോയിക്കണം, നല്ല പ്രൊപ്പോസൽ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു ആണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂലേ? തീർച്ചയായിട്ടും പറ്റും. ഇങ്ങനെയുള്ളവരോട് ജീവിക്കേണ്ട കാര്യം തോന്നുന്നു. വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം.